ഹലോ, ഇതാ ഇന്നത്തെ കൃഷിയിടത്തിലേക്ക് എല്ലാവരും പോരെ. ഞങ്ങളിന്ന് ഇതാ ഇഞ്ചിയാണ് കൃഷി തുടങ്ങുന്നത്. അപ്പോൾ അതിനുള്ള സ്ഥലം എന്താ കിളച്ച് ഇങ്ങനെ ഒരു കുഴിയൊക്കെ എടുത്ത് 15 സെൻറ്റിമീറ്റർ അകലത്തിൽ ഓരോ കുഴിയെടുത്ത് നല്ല ചാണകപ്പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് ഓരോ കഷ്ണം ഇഞ്ചി വിത്ത് ഇത് മുളച്ചതാണെങ്കിൽ ഏറ്റവും ഉത്തമമായി. ഇപ്പം ഇഞ്ചി വിത്ത് കിട്ടാൻ ക്ഷാമമാണ് ഇപ്രാവശ്യം, അതുകൊണ്ട് മുളയൊന്നും വന്നിട്ടില്ല. ഓരോന്നിനും മുള വന്നിട്ടുണ്ട്. അപ്പോൾ 2-3 ദിവസം കഴിയുമ്പോഴത്തേനും മണ്ണിൽ വെച്ചാലും നന്നായിട്ട് മുളച്ച് കയറും. അപ്പോൾ ഇങ്ങനെ ഓരോ കുഴിയിൽ ഓരോ വിത്ത് വെച്ചിട്ട് മൂടി നല്ല മണ്ണൊക്കെ എന്നിട്ട് തട്ടി നിരത്തും അതിൻ്റെ മേലെ കൂടെ. അത് കഴിഞ്ഞിട്ട് നല്ല ശീമക്കൊന്നേൻ്റെ തോല് കൊത്തി ഇങ്ങനെ മൂടി വെക്കും, മേലെ കൂടെ വിരിച്ച് വെക്കും. എന്തിനാന്ന് വെച്ചാൽ ഈർപ്പം കിട്ടുകയും ചെയ്യും. പിന്നെ നല്ല 10-15 ദിവസം കഴിയുമ്പോൾ നല്ല മുളച്ച് വരും. പിന്നെ അതിൻ്റെ ഇലയുടെ വളവും അതിൽ തന്നെ ഇഴകി ചേരും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒറ്റത്തറ മാത്രമേ വെക്കുന്നില്ല, കറക്റ്റ് 1 കിലോ അത്രയും കുഴി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ വെക്കുന്നുണ്ട്. പിന്നെ മണ്ണ് നല്ല മൂടി വെക്കണം. മഴ പെയ്തതുകൊണ്ട് ഭയങ്കര കൊതുകിൻ്റെ ശല്യമുണ്ട്. കൊതുക് കടിക്കുന്നതല്ലാണ്ട്. ഒരു കിലോ ഇഞ്ചി വിത്ത് എത്ര കുഴി? ഏകദേശം എത്ര കുഴിയുണ്ട്? എന്നാലും ഒരു 25-30 കുഴി കാണും അല്ലേ? 10-30 കുഴിയില്ലേ? ഒരു 10-30 കുഴിയുണ്ട്. ഭയങ്കര കളയായിരുന്നു. മെഷീനടിച്ച് നല്ല വില ഒരുക്കി മെഷീനെല്ലാം അടിച്ച് നല്ല കളയൊക്കെ കളഞ്ഞ്, എന്നാലും അതിൻ്റെ മേലെ കൂടെയൊക്കെ ഉണ്ട്. സാധാരണ രീതിയിൽ നല്ല ഉയരത്തിൽ തറയൊക്കെ മാടി വെച്ചിട്ട് വേണം ആക്കാൻ. ഇതിന് പിന്നെ മണ്ണ് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ചാണകവും എല്ലാം പുളിപ്പിച്ചൊഴിക്കുമല്ലോ. ആ സമയത്ത് തോലൊക്കെ വെച്ചതിന് ശേഷം സൈഡിൽ കൂടെ മണ്ണ് കോരിയിട്ട് നല്ല തറയാക്കി മാറ്റാം. ആ തോല് വിരിക്കുന്ന വശത്ത് കാണിച്ച്, ഇതങ്ങനെ വിരിക്കുന്ന തോല് ഇതിൻ്റെ ഇടയിലേ കൂടെ. പിന്നെ എല്ലാം മേലെ കൂടെ അല്ലേ വെക്കുക? അങ്ങനെയാ? അതിന് മിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതല്ലേ? ശക്തിയോടുകൂടെ മുള വരും. ഇനി മഴയില്ലെങ്കിലും 10-15 ദിവസമൊക്കെ ഈർപ്പം നല്ല ഇതുണ്ടാവും അല്ലേ? ഇനി മഴ ഇച്ചിരി വൈകിപ്പോയല്ലോ, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഒരെണ്ണം പുറത്ത്.
ഒരെണ്ണം അവിടെയുണ്ട് പുറത്ത്. അതൊരെണ്ണം പുറത്തോട്ട്. തോല് നട്ട് കഴിഞ്ഞു. ഇനി തോല് വെക്കണം. തോല് ശീമക്കൊന്നേൻ്റെ നല്ല തോല് വെക്കണം. ഒരുപാട് വണ്ണമില്ല, വാഗുണ്ടെങ്കിൽ തോലിൽ വാഗുണ്ടെങ്കിൽ അത് വെട്ടിക്കളയാം. ഇതുപോലെ തോല് വെച്ച് വെട്ടിക്കളയാം. ഇതെല്ലാം 10-15 ദിവസം നമ്മൾക്ക് അഴുകി അതിനോട് ചേരുമ്പോൾ ഞാൻ അതിൻ്റെ തണ്ട എടുത്ത് കളഞ്ഞാൽ മതി. പറഞ്ഞോ. ഇതിങ്ങനെ വിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇനി ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 10-15 ദിവസം കഴിയുമ്പോഴത്തേനും ഇതൊക്കെ പഴുത്ത് ഉണങ്ങി അതിൻ്റെ അകത്ത് തന്നെ വീഴും. പിന്നെ അതിൻ്റെ ആ വടി എടുത്തിട്ട് നമ്മൾ മാറ്റിയാൽ മതി. എന്നാൽ ഇതിന് വളമായി. ശീമക്കൊന്നയായാലും നല്ല വളമാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ കൃഷിയും വീടും കൃഷിയും പറമ്പും അതിൻ്റെ 5-ാം ഭാഗമാണ് മഞ്ഞൾ കൃഷി. ഓക്കെ, ഞങ്ങളിങ്ങനെയാണ് മഞ്ഞൾ പിന്നെ കൃഷി നടൽ, ഇഞ്ചി നടൽ. അപ്പോൾ നിങ്ങൾ കൃഷി എങ്ങനെയാണ്, ഇഞ്ചി എങ്ങനെയാണ് നടൽ, കമൻറ്റ് ചെയ്യട്ടോ. ശരി, ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.